ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കളം നിറയാൻ തയ്യാറെടുക്കുകയാണ് ഇ ഡി. പ്രതികളുടെ പക്കൽ നിന്ന് പിടിച്ചെടുത്ത രേഖകൾ കേന്ദ്രീകരിച്ച് ഇ ഡി അന്വേഷണം ആരംഭിക്കുന്നുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്ന മുരാരി ബാബു ഉൾപ്പെടെയുള്ള ആളുകളെ ഫെബ്രുവരി ആദ്യവാരം ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇ ഡി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം മോർണിംഗ് ഷോയിൽ നിറയും. വിഷ്ണു, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിലെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കെ തന്നെ കടകംപള്ളി സുരേന്ദ്രനെ പോലെയുള്ള ആളുകളെ പിടിച്ച് ചോദ്യം ചെയ്യാനുള്ള ആദ്യ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണോ പ്രതികളെ ഇപ്പോൾ ഇ ഡി വിളിച്ചു വരുത്താൻ പോകുന്നത്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇ ഡി ഈ സ്വർണ്ണക്കൊള്ള കേസിൽ പിടിമുറുക്കുകയാണ്, അവർ കളം നിറയുകയാണ്. അതിന്റെ ആദ്യപടിയാണ് ഈ രേഖകൾ സാധൂകരിക്കുന്നതിന് വേണ്ടി, അതിന്റെ വിശദാംശങ്ങൾ അറിയുന്നതിന് വേണ്ടി ഈ പ്രതികൾക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമ മുരാരി ബാബു എല്ലാവർക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട്. ആദ്യ നോട്ടീസിൽ അഭിഭാഷകർ മുഖേനയോ അല്ലെങ്കിൽ നേരിട്ടോ പ്രതികൾ ഈ പിടിച്ചെടുത്ത രേഖകളുടെ വിശദാംശങ്ങൾ ഇ ഡി അറിയിക്കണം. മുരാരി ബാബുവിനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഫെബ്രുവരി ആദ്യവാരം ഇ ഡി ഓഫീസിൽ എത്താനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നിലവിൽ 2 കേസുകളിലും മുരാരി ബാബുവിന് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. കടകംപള്ളി സുരേന്ദ്രന്റെ കാര്യത്തിലേക്ക് എത്തിയാൽ ഇ ഡിക്ക് ഒരു സാങ്കേതികമായി തടസ്സമുള്ളത്, ഈ കേസിൽ ആദ്യം പ്രതികളെ ചോദ്യം ചെയ്ത ശേഷം മാത്രമേ മറ്റുള്ള ആളുകളിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ അത് രാഷ്ട്രീയമായ ഒരുപാട് തിരിച്ചടികൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയമായ ആരോപണങ്ങൾക്ക് വഴിവെക്കാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ SIT രജിസ്റ്റർ ചെയ്ത കേസിൽ കടകംപള്ളി സുരേന്ദ്രൻ പ്രതിയല്ല. പക്ഷേ ഇ ഡി വ്യക്തമാക്കുന്നത് ഈ കടകംപള്ളി സുരേന്ദ്രനും അതോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ വിശദമായി പരിശോധന നടത്തുകയാണ്. ആ പരിശോധനയ്ക്ക് ഏറ്റവും അവസാനമായിരിക്കും കടകംപള്ളിയെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തുക. ഉറപ്പായും വിളിച്ചു വരുത്തും, അതിലൊരു തർക്കവുമില്ല. അത് കടകംപള്ളിയിൽ മാത്രം നിൽക്കാനുള്ള സാധ്യതയുമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന മറ്റ് രാഷ്ട്രീയ നേതാക്കൾ, അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾക്കും ഇ ഡിക്ക് മുമ്പിലേക്ക് എത്തേണ്ടതുണ്ട്. എന്താണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയേണ്ടി വരുമെന്ന കാര്യത്തിലൊരു തർക്കവുമില്ല. ഒപ്പം നിലവിൽ ഈ കഴിഞ്ഞ തവണത്തെ ഭരണസമിതി പ്രസിഡന്റായിരുന്ന PS പ്രശാന്തിനും അന്വേഷണ സംഘത്തിന് മുമ്പാകെ എത്തണം, എന്തുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ ദ്വാരപാലക ശില്പങ്ങൾ ഏൽപ്പിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദീകരിക്കേണ്ടി വരും. ഇ ഡി വളരെ ശക്തമായി തന്നെ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട കാര്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയ ആരോപണമായി CPM ഉന്നയിക്കുന്നത്. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ ചോദ്യം ചെയ്യൽ നടപടിയിലേക്ക് ഇ ഡി കടക്കും. വിഷ്ണു സുരേഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.